2024 വാഴ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ സമയത്ത് ആക്ടറായിട്ടുള്ള അസീസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാഷിറിന്റെ ഫാൻസ് മാത്രം കയറി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ വൻ ഹിറ്റ് ആവുമെന്ന്. സോ അന്ന് ആ ഒരു സിനിമയിൽ ഹാഷിറിന് ചെറിയൊരു റോളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നല്ല രസമായിട്ടുള്ളൊരു സീനായിരുന്നു ഒക്കെ ഉണ്ടായിരുന്ന സീൻസൊക്കെ. സോ ഇന്ന് വാഴയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള വാഴ 2 ബയോപിക് ഓഫ് വില്യൻ ബ്രോസ് റിലീസ് ആയിട്ടുണ്ട്. സോ സിനിമ ഞാൻ കണ്ടു. എനിക്ക് സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ സിനിമ വർക്കായി. സിനിമയിലെ ഇമോഷൻസ് ഒക്കെ എനിക്ക് നന്നായിട്ട് വർക്കായി. 2.25 മണിക്കൂറുണ്ട് സിനിമ. പക്ഷേ യാതൊരു വിധത്തിലും ഒരു മടുപ്പോ ഒന്നും തോന്നിയില്ല. നല്ല എൻഗേജിങ് ആയിരുന്നു സിനിമ ത്രൂ ഔട്ട്. ഈ ഒരു സിനിമ നമ്മൾ ഫസ്റ്റ് പാർട്ടി കണ്ട പോലെ തന്നെ ഒരു സിമിലർ കഥയാണ് സിനിമയ്ക്ക് ഉള്ളത്. ഒരു കമ്മിങ് ഓഫ് ഏജ് കൈൻഡ് ഓഫ് മൂവി. അതിൽ സ്കൂൾ ലൈഫ്, അവിടുത്തെ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ, എസ്പെഷ്യലി ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നേരിടുന്ന സീരിയസ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് സ്റ്റുഡൻസ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതും അതിന്റെ പിന്നിലുള്ള കാര്യവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ സിനിമയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് കുറെ ഇമോഷണൽ സീൻസ് ഉണ്ട്. എല്ലാം നന്നായിട്ട് വർക്കാവും. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കുറെ സീനുകളിൽ. സോ നമുക്ക് ഇവരെയൊക്കെ കണ്ട് കുറെ പരിചിതമായ മുഖങ്ങളായതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, മിക്ക സീനുകളും നമ്മുടെ കണ്ണ് നിറയും. സോ ആ ഒരു ഇമോഷണൽ സീൻസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് ഡയറക്ടർ ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് നല്ല രീതിയിൽ കോമഡി ഉണ്ട്, ചിരിക്കാനുണ്ട്, കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്. സോ ഒരു കംപ്ലീറ്റ് പാക്ഡ് മൂവിയാണിത്. പിന്നെ സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു പഠിച്ചതിന് ശേഷമുള്ള അവരുടെ ആ ഒരു സ്ട്രഗിളിങ്ങും കാര്യങ്ങളൊക്കെയാണ്. വിദേശത്ത് പോകുന്നു, അവിടെ നമ്മുടെ കൂട്ടുകാരൊക്കെ നമുക്ക് പലർക്കും അറിയാം, എല്ലാവരും വിദേശത്തൊക്കെ പോയി പഠിക്കുന്നുണ്ട്. സോ അവരവിടെ നേരിടുന്ന പ്രശ്നങ്ങളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ സിനിമയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ നമ്മൾ യൂത്തിനും അതുപോലെ തന്നെ ഫാമിലി ഓഡിയൻസിനും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ഈ സിനിമ സബിൻസ ഒരുക്കിയിരിക്കുന്നത്. സോ ഒരു നല്ലൊരു സിനിമയാണ് വാഴ 2. സോ ഈ ഒരു സിനിമയെ ഫുൾ ഷോൾഡർ ചെയ്ത് നമ്മുടെ ഹാഷറും അതുപോലെ അജിന്, അലന്, വിനായക് ഒക്കെയാണ്. നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അവർ. നമ്മൾ നോർമലി അവരുടെ ഈ റീൽസിനകത്തുള്ള ചെറിയ 30 സെക്കൻഡുള്ള റീൽസ് ഒക്കെയാണ് നമ്മൾ കണ്ടേക്കുന്നത്, കോമഡി റീൽസ്. പക്ഷെ ഇവിടെ ഒരു ബിഗ് സ്ക്രീനിൽ അവരെ കാണുമ്പോൾ നമുക്ക് ഒരേപോലെ സന്തോഷവും വരും. അതുപോലെ അവർ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോർമലി ചുമ്മാ പേരിന് കുറെ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉള്ളവരെ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയല്ല വാഴ 2. നല്ല രീതിയിൽ ഒരു സ്റ്റോറി ഉണ്ട്, അത് നന്നായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന കാസ്റ്റ് നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന ഒരുപാട് പേര് ഈ ഒരു സിനിമയിൽ സോഷ്യൽ മീഡിയയിലുള്ള കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. സോ എനിക്ക് സിനിമ ഒരു പക്ക ഇതായിരുന്നു, എന്റർടൈനർ ആയിരുന്നു ഈ സിനിമ. എനിക്ക് ഞാൻ കൊടുത്ത ടിക്കറ്റിന്റെ പൈസ എനിക്ക് മുതലായി. സോ പിന്നെ സിനിമയുടെ അവസാനം ചെറിയൊരു സർപ്രൈസും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണുക, ഫാമിലി ആയിട്ട് പോയി കാണാൻ നോക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.